ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ RRB SSC ചാനലിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് കുറേ തവണ PSC അടക്കം PSC, SSC, RRB, ബാങ്ക് പോലുള്ള എല്ലാ പരീക്ഷകൾക്കും ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കുറേയധികം ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് ആദ്യാവസാനം കണ്ട് നമ്മൾ ഇതിനകത്തിൽ പറയുന്ന കറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ടും സ്വായത്തമാക്കാൻ സാധിച്ചാൽ വരാൻ പോകുന്ന പരീക്ഷകളെല്ലാം തന്നെ നമുക്ക് വേഗത്തിൽ കുറേയധികം കണക്കുകൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള സീരീസുകൾ കണ്ടാൽ എല്ലാ കണക്കുകളും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിലെ എല്ലാ കണക്കുകളും നമുക്ക് സിമ്പിളാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: 1+, 2+, 3+, 4+, എക്സെട്രാ പ്ലസ് 1000 ഈക്വൽ ടു ഡാഷ്. അതായത് 1 മുതൽ 1000 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണുക എന്നതാണ് ചോദ്യം. തിരിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പം ആരും പോവല്ലേ, ഈ ഒരു ചോദ്യം കണ്ടിട്ട് ആരും പോവല്ലേ മക്കളെ. ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. നിങ്ങൾക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന നോർമൽ മെത്തേഡ്, നമ്മൾ നോർമൽ മെത്തേഡ് ഇവിടെ പറയും. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഷോർട്ട് കട്ടും പറഞ്ഞു തരും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന മാർഗ്ഗം എല്ലാവർക്കും അറിയാം. n × n+1/2 അല്ലേ, n × n+1/2. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എൻ്റെ സ്ഥാനത്ത് മക്കളെ 1000 × 1000 + 1, n+1 എന്ന് പറഞ്ഞാൽ 1000 + 1 1001 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ശരി, നമുക്കറിയാം വെട്ടാം. 2-നകത്ത് 2 ഒരു തവണ, 1000-നകത്ത് 2 500 തവണ അല്ലേ. 500 × 1001 എന്ന് വരും. നമുക്കറിയാം 500 × 1001 എന്ന് പറഞ്ഞാൽ 1001-നെ 500 കൊണ്ട് ഗുണിക്കണം. 500 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 1001-നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 2 0 കൊടുത്താൽ മതിയല്ലോ. 1 5 5 5 0 0 5 0 0 1 5 5 2 0 കൂടി അല്ലേ. 5,500,000 എന്ന് വരും. 5,500,000 ശരി ഉത്തരം. ഇതാണ് ഇത് ശരിക്കും ചെയ്യുന്ന മാർഗം. പക്ഷേ ഇങ്ങനൊരു ചോദ്യം ഇനിയും SSC, RRB, PSC പരീക്ഷകളിൽ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 10,000 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര. ഇവിടെ ഇപ്പോൾ 100 അല്ല 1000 ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഇവിടെ ചോദ്യം. ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ മക്കൾ എത്രയേ ഉള്ളൂ? 1 2 3 4 എക്സെട്രാ. ഇവിടെ 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1,00,000 എന്നിങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ, അതായത് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, അല്ലെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, അല്ലെങ്കിൽ ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, അല്ലെങ്കിൽ ആദ്യത്തെ 10,000 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് 10-ലോ 100-ലോ 1000-ലോ 10,000-ലോ 1,00,000-ലോ ഒക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന സംഖ്യ 1000. ഇവിടെ 1000-ൻ്റെ പകുതി അങ്ങോട്ട് എഴുതുക. 1000-ൻ്റെ പകുതി അങ്ങോട്ട് എഴുതുക. ആ എഴുതിയ 500 തന്നെ, 1000-ൻ്റെ പകുതി 500. ആ 500 ഒരു തവണ കൂടി എഴുതുക. ഇതാണ് നമ്മുടെ ഉത്തരം. എടാ ഇതാണ് നമ്മുടെ ഉത്തരം. 1000-ൻ്റെ പകുതി 500. ആ 500 2 തവണ എഴുതി വെച്ചാൽ അതാണ് ഉത്തരം. 1000-ൻ്റെ പകുതി 500, വീണ്ടും ഒരു തവണ കൂടി 500, 500 500 ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലേ. ആണ്. എടാ നോക്കിയേ, എനിക്ക് വേണമെന്താ 1+, 2+, 3+, എക്സെട്രാ പ്ലസ് 10. ഇതിൻ്റെ തുക എത്ര എന്ന് ചോദിച്ചാൽ എല്ലാവരും n × n+1/2 എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. നമ്മളങ്ങനെ ചെയ്യത്തില്ല. അവസാനം വന്ന 10, 10-ൻ്റെ പകുതി 5. ആ 5 ഒരു തവണ കൂടി എഴുതും, 55. ഇതാ ഉത്തരം. ഇതാണ് ഉത്തരം അല്ലേ. ഇതാ നോക്കി മക്കളെ, 1+, 2+, 3+, എക്സെട്രാ പ്ലസ് 10,000. അതായത് 1 മുതൽ 10,000 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. 1 മുതൽ 10,000 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പം നോർമലി എല്ലാവരും 10,000 × 10,000 + 1/2 എന്ന് പറഞ്ഞ് ചെയ്യും. നമ്മളങ്ങനെ ചെയ്യത്തില്ല. എടാ 10-ൽ അവസാനിക്കുന്നതോ 100-ൽ അവസാനിക്കുന്നതോ 1000-ൽ അവസാനിക്കുന്നതോ 10,000-ൽ അവസാനിക്കുന്നതോ 1,00,000-ൽ അവസാനിക്കുന്നതോ ആയ 1 മുതലുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറയുമ്പം
നമ്മൾ അവസാന സംഖ്യ 10,000-ന്റെ പകുതി. 10,000-ന്റെ പകുതി എത്ര മക്കളെ? 10,000-ന്റെ പകുതി 5,000. 10,000-ന്റെ പകുതി 5,000. ഈ 5,000 2 തവണ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഉത്തരം. ഇതാണ് നമ്മുടെ ഉത്തരം. എളുപ്പമല്ലേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ശരി, ഇതാ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. ഫൈൻഡ് ദ റിമൈൻഡർ. അതായത് ഇതാണ് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ. 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് എക്സെട്ര പ്ലസ് 10⁻100 ഡിവൈഡഡ് ബൈ 6. അതായത് ദാ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ 6 കൊണ്ട് ഹരിച്ചാലുള്ള റിമൈൻഡർ എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ഉണ്ട് 0, 2, 8, 4. മക്കളെ 4 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? 10⁻1 എത്ര മക്കളെ? എടാ 10⁻1 10. ശരിയാണോ? 10⁻1. ആ 10⁻1-നെ ഞാൻ എന്താ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ? 1 6. ശിഷ്ടം എത്ര മക്കളെ? 4 വരുവേ. അപ്പോൾ എനിക്ക് മനസ്സിലായി. എടാ 10⁻1-നെ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4 ആണ്. ഓക്കെ, അടുത്തത് 10-ന്റെ സ്ക്വയർ എത്ര മക്കളെ? 10-ന്റെ സ്ക്വയർ 100. 100-നെ ഞാൻ 6 കൊണ്ട് ഹരിക്കുമ്പം 1 6 6. അവിടെ ശിഷ്ടം 4 ഉണ്ട്. 40. 40-നകത്ത് 6. 6 6 36. ശിഷ്ടം 4 അല്ലേ? അവിടെയും മനസ്സിലായി മക്കളെ. 100-നെ അതായത് ഈ രണ്ടാമത്തെ സംഖ്യ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4. 10-ന്റെ ക്യൂബ് എത്ര സുഹൃത്തുക്കളെ? 10-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മക്കളെ, 10-ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ 1000-നെ ഞാൻ 6 കൊണ്ട് ഹരിക്കുക. 1000-നെ 6 കൊണ്ട് ഹരിക്കുക. എനിക്കറിയാം 10-നകത്ത് 6. 1 6 6. ശിഷ്ടം 4. 40-നകത്ത് 6 6 36. ശിഷ്ടം 4. വീണ്ടും ഒരു 0. വീണ്ടും 6 6 36. ശിഷ്ടം 4. അപ്പോൾ അവിടെ മനസ്സിലായ മക്കളെ, 1000-നെയും 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? 4. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എടാ ഒരു കാര്യം മനസ്സിലായി. നമുക്ക് കണ്ടെത്തേണ്ടത് ഇങ്ങനെയാണ്. 10⁻1 പ്ലസ് 10⁻2 പ്ലസ് 10⁻3 പ്ലസ് എക്സെട്ര പ്ലസ് 10⁻100. ഇതിനെ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമല്ലേ കണ്ടെത്തേണ്ടത്? ആണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 10⁻1 10. 10-നെ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം മക്കളെ 4 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാത്രം ശിഷ്ടം 4 കിട്ടും. അതേപോലെ 10-ന്റെ സ്ക്വയർ 100. 100-നെ 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4. 10-ന്റെ ക്യൂബ് 1000. 1000-നെയും 6 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 4. അപ്പോൾ മക്കളെ ഇതാ എന്താണ് ഇവിടെ 4 പ്ലസ് അങ്ങനെ ഇവിടെ നോക്ക്. ഇവിടെ ഒരു ശിഷ്ടം 4 വരും. ഇവിടെ ഒരു ശിഷ്ടം 4 വരും. ഇതാ ഇവിടെ ഒരു ശിഷ്ടം 4 വരും. അങ്ങനെ പോയി ഡാ എല്ലായിടത്തും ശിഷ്ടം 4 തന്നെ. ഇതിനെ നമ്മൾ എത്ര ഹരിച്ചു നോക്കിയാലും എല്ലായിടത്തും ശിഷ്ടം 4 തന്നെ. ഇത് മനസ്സിലായോ? എല്ലായിടത്തും എടാ ശിഷ്ടം 4 തന്നെ. അപ്പോൾ ശിഷ്ടം 4 എത്ര തവണ വരും? ദാ 1 2 3 4 5 അങ്ങനെ എത്ര തവണ വരും? 100 തവണ വരും. ശിഷ്ടം 4 എന്നുള്ളത് 100 തവണ വരും. ശരിയാണോ മക്കളെ? എടാ 100 തവണ. അതായത് നമ്മളിങ്ങനെ എഴുതി എത്ര തവണ എഴുതേണ്ടി വരും? 4 അധികം 4 അധികം അങ്ങനെ 100 തവണ 4 വരത്തില്ല മക്കളെ? 100 തവണ 4 വരും. എടാ 100 തവണ 4 വരിക എന്ന് പറഞ്ഞാൽ 4 എന്ന സംഖ്യ 100 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അതായത് ഇവിടെ വരുന്ന ശിഷ്ടം എന്ന് പറഞ്ഞാൽ എടാ 4 ഇവിടെ 4 ശിഷ്ടം വരും. ഇവിടെ 4 ശിഷ്ടം വരും. ഇവിടെ 4 ശിഷ്ടം വരും. അപ്പുറത്ത് 4 വരും. അങ്ങനെ 100 തവണയും 4 ശിഷ്ടം വരത്തില്ലേ? 4 × 100. ആ 4 × 100-നെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആണോ അതാണ് നമ്മുടെ ഉത്തരം. എടാ 4 എന്ന ശിഷ്ടം 100 തവണ വരും. അപ്പം 4 100 തവണ വരും. 4 100 തവണ വരും. അപ്പം 4 × 100 എന്ന് പറഞ്ഞാൽ മക്കളെ 400 ആണ്. എങ്കിൽ ആ 400-നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ ശിഷ്ടം അതാണ് നമ്മുടെ ഉത്തരം. അപ്പം നമുക്ക് 400-നെ 6 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 6 കൊണ്ട് ഹരിക്കുമ്പം 6 6 36. ശിഷ്ടം 4. 40-നകത്ത് വീണ്ടും 6 6 36. ശിഷ്ടം 4. അതായത് 400-നെയും ദാ 6 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 66 മക്കളെ ശിഷ്ടം 4. അപ്പോൾ അവിടെയും നമ്മുടെ ഉത്തരം 4 തന്നെ. 4 നമ്മുടെ ശരിയുത്തരം. മനസ്സിലായോ? ഓപ്ഷൻ ഡി 4 ശരിയുത്തരം. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. സിമ്പിളല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 0.4 പ്ലസ് 0.44 പ്ലസ് 0.444 പ്ലസ് 0.4444 പ്ലസ് 0.44444 അപ്പോൾ ഇത് നോർമലി ചെയ്യുന്നത് എങ്ങനെ? ഒരു സമയം പോക്കുന്നൊരു ചോദ്യമാണ്. 0.4 എഴുതും. അടുത്തൊരു മക്കളെ 0.44 എഴുതും. അടുത്തൊരു മക്കളെ 0.444 എഴുതും.
അടുത്തൊരു മക്കളെ 0.4444 എഴുതും. അടുത്തൊരു മക്കളെ ഏറ്റവും അവസാനം 0.4444 എഴുതും. ഇത് എഴുതാൻ തന്നെ കുറേ സമയം കളയും ഇല്ലേ? ഇത് എഴുതാൻ തന്നെ കുറേ സമയം പോകും. ഇനി കൂട്ടും. ഇവിടെ ഒരു 4, 4 4 8, 4 4 8 4 12 2 ശിഷ്ടം 1, 4 4 8 12 16 16 6 ശിഷ്ടം 1 ഉണ്ട് 17 7 ശിഷ്ടം 1, 4 8 12 16 20 21 21 പോയിന്റ് എഴുതി ഇതാ ഇവിടെ 2 2.1728 ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? സാധാരണഗതിയിൽ ഇങ്ങനെയല്ലേ മക്കളെ ചെയ്യുന്നത്? ആണ്. നോർമലി ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഉത്തരം എന്ത് കിട്ടിയത്? 2.1728 2.1728 ഇങ്ങനൊരു ചോദ്യം നമ്മൾ ചെയ്യുന്ന വേഗത്തിലുള്ള മാർഗം കേട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള സംഖ്യ ഇങ്ങോട്ട് എടുക്കുക. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള സംഖ്യ ഏതാ? 0.44444. ഓക്കെ, എല്ലാം ഒരേ സംഖ്യ ആയിരിക്കണം. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും അവസാനത്തെ 4. ഏറ്റവും അവസാനത്തെ 4 അങ്ങനെ തന്നെ എഴുതുക മക്കളെ. ഏറ്റവും അവസാനത്തെ 4 അങ്ങനെ തന്നെ എഴുതുക. കണ്ടോ? ഏറ്റവും അവസാനത്തെ 4 അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഈ 4ഉം ഈ 4 കൂട്ടുക. 4ഉം 4 കൂട്ടിയ എത്ര മക്കളെ? 4ഉം 4 കൂട്ടിയ 8 ഇപ്പുറത്ത് എഴുതുക. ഓക്കെ, അവിടെ ശിഷ്ടമൊന്നും വന്നില്ല. 4 4 കൂട്ടിയ 8, രണ്ടക്കം വന്നില്ല, ഒറ്റയക്കം 8 കിട്ടിയത്. അപ്പോൾ 8 തന്നെ എഴുതുക. വീണ്ടും അടുത്ത അക്കം ഇപ്പുറത്ത് എഴുതാൻ. വീണ്ടും ഒന്നേന്ന് 4 4 8 8 4 12. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഏറ്റവും അവസാനത്തെ 4 ആദ്യം എഴുതി. എന്നിട്ട് ഇതാ ഈ വലത്തേറ്റത്ത് നോക്കുക. 4ഉം 4 കൂട്ടി മക്കളെ 8 ഇവിടെ എഴുതി. അവിടെ ശിഷ്ടമൊന്നും വന്നില്ലേ? അപ്പോൾ ഇനി അടുത്ത ഇപ്പുറത്തക്കം എഴുതാൻ വീണ്ടും ഒന്നേന്ന് ആദ്യം തൊട്ട് 4 4 8 8 4 മക്കളെ 12. 12 ഇവിടെ 2 എഴുതുക. ശിഷ്ടം ഒരു ഒന്നുണ്ടേ, അവിടെ ഇരിക്കട്ടെ. ശിഷ്ടം ഒന്നുണ്ടേ. വീണ്ടും 4 4 8 8 4 12 12 4 16 16 16 ഒന്നുകൂടെ കുട്ടിയ 17 17 7 എഴുതുക. ശിഷ്ടം വീണ്ടും 1 അല്ലേ? വീണ്ടും വീണ്ടും ഇപ്പുറത്തക്കം എഴുതാൻ. വീണ്ടും 4 4 8 8 4 12 12 4 16 16 4 20 20 1 21 21 കംപ്ലീറ്റ് ചെയ്യുക. കാര്യം ഇനി ഇപ്പുറത്തില്ല, കംപ്ലീറ്റ് ചെയ്തു. 21. ശരി, പറ മക്കളെ എത്ര പോയിന്റ് സ്ഥാനം? 2 4 5. അപ്പോൾ 2 4 5 ഇതാ 2.1728 ഇതാ ഉത്തരം. 2.1728. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ കാര്യം പിടികിട്ടിയോ? പറഞ്ഞ കാര്യം വേഗത്തിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. കേട്ടോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വലത്തെ അറ്റത്തെ ഈ 4നെ അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ടാ 4ഉം 4 കൂട്ടി 8 ഇവിടെ. വീണ്ടും ഇപ്പുറത്തക്കം എഴുതാൻ വീണ്ടും ഒന്നേം തുടങ്ങണം. 4 4 8 8 4 12 2 ശിഷ്ടം 1. ഇപ്പുറത്തക്കം എഴുതാൻ വീണ്ടും ഒന്നേന്ന് 4 4 8 8 4 12 12 4 16 1 17 7 ശിഷ്ടം വീണ്ടും 1. ഇപ്പുറത്തക്കം എഴുതാൻ വീണ്ടും 4 4 8 8 4 12 12 4 16 16 4 20. ഇനി അപ്പുറത്തില്ലല്ലോ, 20 വരെ ഉള്ളൂ. അപ്പോൾ 21 21 കംപ്ലീറ്റ് അങ്ങ് എഴുതാം. ഇനി നോക്കിയ മക്കളെ 2 4 മൊത്തം 5 പോയിന്റ് സ്ഥാനം. അപ്പോൾ 2 4 5 ഇതാ 2.1728 ഇതാ ഉത്തരം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ മക്കളെതാ ഈ ഒരു ചോദ്യം നോക്കി. ഇതിൻ്റെ ഉത്തരം വേഗത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഏറ്റവും അവസാനം എഴുതിയ 0.77777 എന്ത് ചെയ്യും? ഏറ്റവും അവസാനം 7 അങ്ങോട്ട് എഴുതും. 7 7 കൂട്ടി 14 4 ശിഷ്ടം 1. വീണ്ടും 7 7 14 14 7 21 21 1 22 2 ശിഷ്ടം 2. വീണ്ടും 7 7 14 14 7 21 21 7 28 28 2 30 0 ശിഷ്ടം 3. വീണ്ടും 7 7 14 14 7 21 21 7 28 28 7 35. ഇനി അപ്പുറത്തില്ലല്ലോ, 35 3 38. ഓക്കെ, 2 4 5 പോയിന്റ് സ്ഥാനം. 2 4 5 3.80 247 3.80 മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മക്കളെതാ ഇതൊന്ന് കമൻറ്റ് ചെയ്യാമോ? 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 പ്ലസ് 0.6666 പ്ലസ് 0.6666 പ്ലസ്
0.666666. ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ദാ അടുത്ത ചോദ്യം. 1 square plus 2 square plus 3 square plus etc plus 12 square equal to dash. ഓക്കെ, 1 square plus 2 square plus 3 square plus etc plus 12 square 12 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മാണ് കണ്ടെത്തേണ്ടത്. അപ്പം സ്ക്വയറുകളുടെ സമ്മ് കണ്ടെത്താൻ കുറേ അധികം ആൾക്കാർക്കറിയാം സമവാക്യം ഇങ്ങനെ മക്കളെ, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്ന് പറ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്ന് പറ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ഒന്നുകൂടെ പറ. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6. അപ്പം n എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര സംഖ്യകളുടെ സ്ക്വയറുകളുടെ സമ്മ വേണ്ടത്? 12 സംഖ്യകളുടെ. അപ്പം നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 12 എന്നെഴുതും. 12 ഇൻറ്റു ശേഷം n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 12 പ്ലസ് 1 13 എന്നെഴുതും. ഇൻറ്റു എന്നിൻ്റെ വില 12. അപ്പോൾ 2 ഇൻറ്റു 12 24. 24 പ്ലസ് 1 25 എന്നെഴുതും. ഡിവൈഡഡ് ബൈ 6. ഇങ്ങനല്ലേ എഴുതുന്നത്? ആണ്, ഇങ്ങനാണ് എഴുതുന്നത്. എന്നാൽ നിങ്ങൾ ഈ സമവാക്യം പോലും എഴുതണ്ട, ഈ ഇക്വേഷൻ പോലും എഴുതണ്ട, പഠിക്കണ്ട. അതാ ഇത്രയേ ഉള്ളൂ. സ്ക്വയറുകളുടെ സം ചോദിച്ചാൽ ഇത് വേഗത്തിൽ എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ മക്കളെ എത്ര വരെയുള്ള സ്ക്വയറുകളുടെ സമ്മ വേണ്ടത്? 1 മുതൽ തുടർച്ചയായ കോൺസിക്യൂട്ടീവായ 12 ടേംസിൻ്റെ സ്ക്വയറുകളുടെ സമ്മല്ലേ വേണ്ടത്? ആണ്. അപ്പോൾ എത്ര എണ്ണത്തിൻ്റെ വേണോ നിങ്ങൾ ആ സംഖ്യ അങ്ങോട്ട് എഴുതുക, 12. എത്ര എണ്ണത്തിൻ്റെ വേണോ ആ സംഖ്യ അങ്ങോട്ട് എഴുതുക, 12. 12 ഇൻറ്റു 12 കഴിഞ്ഞുള്ള സംഖ്യ എഴുതുക, 13. സ്ക്വയറുകളുടെ സമ്മ് കാണേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്ക്വയറുകളുടെ സമ്മാണോ കാണേണ്ടത് ആ സംഖ്യ എഴുതുക, 12. ആ സംഖ്യ കഴിഞ്ഞ് വരുന്ന സംഖ്യ എഴുതുക, 13. ശേഷം എഴുതിയ 2 സംഖ്യകളുടെ കൂട്ടുക, 12ഉം 13 കൂട്ടി 25. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എടാ എത്ര എണ്ണത്തിൻ്റെ സമ്മ വേണ്ടത്? 12 എണ്ണത്തിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ വേണ്ടത്. അപ്പം 12 എന്നങ്ങോട്ട് എഴുതുക, ഇൻറ്റു 12 കഴിഞ്ഞുള്ള സംഖ്യ എഴുതുക, 13. ഓക്കെ, ഇൻറ്റു എഴുതിയ 2 നമ്പറൂടെ ആഡ് ചെയ്യുക, കൂട്ടുക, 12ഉം 13 കൂട്ടിയത് 25. ഡിവൈഡഡ് ബൈ 6. സമവാക്യം പോലും കാണാതെ പഠിക്കണ്ട. ഒന്നുകൂടെ പറയാം, സമവാക്യം പോലും ഇക്വേഷൻ പോലും പഠിക്കണ്ട. എടാ എത്ര എണ്ണത്തിൻ്റെ വേണം? 12 എണ്ണത്തിൻ്റെ. അതുകൊണ്ട് 12 എഴുതി. 12 ഇൻറ്റു 12 കഴിഞ്ഞുള്ള സംഖ്യ 13 ഇൻറ്റു 12ഉം 13 എഴുതിയ 2 കൂടെ കൂട്ടണം, എഴുതിയ 2 കൂടെ കൂട്ടിയാൽ 25. ഡിവൈഡഡ് ബൈ 6. 6-നകത്ത് 6 ഒരു തവണ, 12-നകത്ത് 2 തവണ. നീ വെട്ടാനൊന്നുമില്ല. 25 ഇൻറ്റു 2 50 അല്ലേ? 50 ഇൻറ്റു 13. 13 5 മക്കളെ, 13 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 65. 13 5 65, ഒരു പൂജ്യയുടെ 650. 650 ഈ കാണുന്ന സ്ക്വയറിൻ്റെ സമ്മ്. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ? അപ്പോൾ വ്യക്തമാണെന്ന് കരുതിക്കൊണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 17 സ്ക്വയർ ഈക്വൽ ടു ഡാഷ്. പറ. 17 വരെയുള്ള തുടർച്ചയായ അഥവാ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് വേണം. നമ്മൾ എന്ത് ചെയ്യും? 17 എണ്ണത്തിൻ്റെ വേണമെങ്കിൽ 17 അങ്ങോട്ട് എഴുതും, ഇൻറ്റു 17 കഴിഞ്ഞുള്ള സംഖ്യ എഴുതും, 18. ഇൻറ്റു എഴുതിയ 2 സംഖ്യയുടെ ആഡ് ചെയ്യും, 17ഉം 18 കൂട്ടിയാൽ 17ഉം 17ഉം 34, ഒന്നുകൂടെ കൂട്ടിയാൽ 35. ഡിവൈഡഡ് ബൈ 6 കഴിഞ്ഞ്. 6-നകത്ത് 6 ഒരു തവണ, 18-നകത്ത് 3 തവണ. ശരി, 35 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 105. നിങ്ങളെ 35 ഇൻറ്റു 3 105. 105 ഇൻറ്റു 17 ചെയ്യണം. ശരി, വേറെ മാർഗ്ഗമൊന്നുമില്ല, ഗുണിച്ച് നോക്കാം. 105 ഇൻറ്റു 17. 7 5 35, 5 ശിഷ്ടം 3. 7 0 0 3 ഉണ്ട്. 1 7 7, 1 5 5, 1 0 0, 1 1 5, 5 3 8, 7. 1785. 1785. 1785 ശരി ഉത്തരം. പറഞ്ഞത് മനസ്സിലായോ? 1785 ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് കരുതട്ടെ. അങ്ങനെയെങ്കിൽ മക്കളെതാ ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുമോ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ്
എക്സെട്രാ പ്ലസ് 24 സ്ക്വയർ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പം നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി വീണ്ടും ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതേപോലെയുള്ള കൂടുതലായിട്ട് SSC RRB ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമ്മൾക്ക് അത്യാവശ്യമാണ്. അപ്പം അതിനെല്ലാത്തിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ഇവിടെ പറയുന്നു. വിശാഖ് പാവുമ്പ.